ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരം കടിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിപ്പാടുകയാണ്. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നടുവിട്ട് പോയവർ ഇന്നൊരു സാക്ഷ്യം കേട്ടില്ലായിരുന്നോ? പാങ്ക്രിയാസ് പിളർന്നു പോയവരും വിട്ടുമാറിയവരും അവരൊരു നിമിഷം കൊണ്ട് കർത്താവ് ആ വ്യക്തിയെ ആരാധനയിലാണ് സുഖപ്പെടുത്തിയത്. അതാണ് നിൻ്റെ ആന്തരിക അവയവത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയായാലും. ഈ ലോകത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു പക്ഷേ ഏറ്റവും അടുത്ത് പ്രത്യക്ഷപ്പെട്ട ഒരേ ഒരു സ്ഥലമാണിത്. അമ്മ പ്രത്യക്ഷപ്പെട്ട മരീന പാരിഷൻസ് എല്ലാം ഒന്നെങ്കിൽ 30 മീറ്റർ അകലെ, അല്ലെങ്കിൽ 20 മീറ്റർ അകലെ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് മീറ്റർ ആകാശത്തിലായിരിക്കും. ഇതങ്ങനെയല്ല. അടുത്തറയിൽ എനിക്ക് വേണ്ടി അമ്മയെ തൊടാമായിരുന്നു. വെറും 1 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ ലോകത്തിലെ കത്തോലിക്ക പുരോഹിതരിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു അപൂർവ ആൾത്താറയാണിത്. അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പവർ. എന്താണ് ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയാണ് സഭയുടെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ പഠിക്കാൻ വേണ്ടി, സഭ പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതാണ് പ്രത്യക്ഷയുടെ പ്രാർത്ഥനയുടെ മർമ്മം. ഇപ്പോഴും നമ്മൾ കൈവെക്കാൻ പോകുന്നത് നടുവെല്ലിലാണ്. ചില ആൾക്കാർ പറയല്ലേ എൻ്റെ നടുവ് വളഞ്ഞതാണ്. ഇപ്പം ഇന്നൊരു സാക്ഷി നമ്മൾ കേട്ടില്ലേ, വളഞ്ഞ കാല് നേരെയായത് അല്ലേ? അസ്ഥികൾ നേരെയാക്കുന്ന കുറേ സാക്ഷ്യങ്ങൾ ഇവിടെ ഇതിക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ അതിൻ്റെ റീസൺ അല്ല എടുക്കേണ്ടത്. വൈദ്യശാസ്ത്രം ഒത്തിരി റീസൺ പറയും, അത് എല്ല് നേരെയാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ അൾത്താരയിൽ വൈദ്യശാസ്ത്രമല്ല നോക്കണത്, ഉടമ്പടിയുടെ മെരിറ്റാണ്. ഉടമ്പടിയുടെ മർമ്മം എന്താ? ഉടമ്പടിക്കൊരു ശാസ്ത്രമുണ്ട്. എന്താണത്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഡിക്റ്റം. അതിൻ്റെ നിൻ്റെ മെരിറ്റിലല്ല, നിൻ്റെ കഴിവിലല്ല, എൻ്റെ കൃപയിൽ. അതുകൊണ്ടാണ് 39 പ്രാവശ്യം IELTS തോറ്റവരെ, 38 പ്രാവശ്യം IELTS തോറ്റവർ 30 ഉടമ്പടി എടുത്തതിന് ശേഷം ജയിക്കണത്. 38 പ്രാവശ്യം തോറ്റ ആൾ തന്നെയല്ലേ അത്. അയാൾക്ക് 39 പ്രാവശ്യം തോക്കണേ കുഴപ്പമില്ലല്ലോ. അയാൾക്ക് അതാണ് കപ്പാസിറ്റി. അപ്പം അയാളുടെ കപ്പാസിറ്റിയിലല്ല ഇത് വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിലാണ്, കഴിവിലാണ്. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ബൈബിളൊക്കെ ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ ചെയ്യണം. എന്താ ചെയ്യണത്? ബൈബിള് അതുപോലെ അങ്ങ് വിശ്വസിക്കും. ആ വാക്കിൽ എന്താ എഴുതിയിരിക്കണത് അതുപോലെ വിശ്വസിക്കും. അവിടെ യുക്തിയൊന്നും കൊണ്ടുവരത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹമയാണ്. മുട്ട വിരിയണത് എങ്ങനെയാണ്? തള്ളക്കോയുടെ ചൂട് കൊണ്ടാണ്. വചനം വിരിയണത് എങ്ങനെയാണ്? ദൈവത്തോടെ സ്നേഹത്തിൻ്റെ ചൂട് കൊണ്ടാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആഴമായ പ്രബോധനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ഞങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സങ്കടങ്ങളും സമർപ്പിക്കുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സന്തോഷത്തോടെ ഇനി കൈവെക്കേണ്ടത് കിഡ്നി രോഗികളെ നടുവിന് കൈവെക്കണം. 2 കൈ വെക്കണ്ട, 1 കൈ ഫ്രീ ആക്കണം. വേറെ എവിടെയെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അവിടെ വെക്കണം. നെഞ്ചുവേദനക്കാരെ ഉണ്ടാകും. കരൾ രോഗികളെ, പാങ്ക്രിയാസ് രോഗികളെ ഇടത് നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. നെഞ്ചുവേദനക്കാരെ, ഹൃദയരോഗികളെ, കരൾ രോഗികളൊക്കെ നെഞ്ചിൻ്റെ പൊട്ടിന് കൈവെക്കണം. എവിടെയാണോ അസ്ഥിവേദനയും കുറേ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു.
കൈ ഒരിക്കലും ഉയർത്താൻ പറ്റാതിരുന്നവരൊക്കെ കൈ ഉയർത്തി അവിടെ പേശിയും അസ്ഥികളും എല്ലാം യഥാസ്ഥാനത്തേക്ക് വന്നതിൻ്റെ നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടതാണ്. അതെല്ലാം യൂട്യൂബിലുണ്ട്. ഇപ്പോൾ കൈ വെക്കുമ്പോൾ ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. എന്നിട്ട് പറയണം, ഈശോൻ്റെ നാമത്തിലാണ് ഞാൻ ഈ കൈവച്ചിരിക്കണ കർത്താവ്, ഈ കൈ നിൻ്റെ കൈയായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം. അമ്മേ മധ്യസ്ഥം വഹിക്കണമെന്നും പ്രാർത്ഥിക്കണം. എണ്ടികൾ കണ്ണ്, മൂക്ക്, ചെവിയെല്ലാം അവർ നെറ്റിയിലാണ് കൈവെക്കേണ്ടത്. കണ്ണിന് അസുഖമുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, ചെവിക്ക് നീറിറങ്ങിയവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ഡിസ്ചാർജ് ഉള്ളവർ, മൂക്കിനും മുഖത്തിനുമൊക്കെ വിഷമങ്ങളുള്ളവർ നെറ്റിയിലാണ് ഇപ്പോഴും കൈവെക്കേണ്ടത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലെ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഉടമ്പടി പ്രകാരം ഈശോയുടെ നാമത്തിലെ രോഗസ്ഥലങ്ങളിലെ ഞാൻ കൈവെക്കുന്ന മനോരോഗികള്, ഉറക്കമില്ലാത്തവര്, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, അസ്ഥി രോഗികള്, പേശി രോഗികള്, ആന്തരിക അവയവങ്ങളിലെ രോഗമുള്ളവര് യേശുനാമത്തിലെ ഈ കൈകള് യേശുവിൻ്റെ കൈകളായി ഈ നിമിഷം മാറട്ടെ. യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളുടെ മേലും ദിവ്യകാരുണ്യത്തിന് സ്പർശനം നൽകണമേ. വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. വ്യത്യസ്ത രാജ്യങ്ങളിൽ ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ പേര് പ്രീത, എൻ്റെ ഭർത്താവ് സിജോ, മക്കൾ റയാൻ, ഐറിൻ. 2023 ജനുവരി 2 തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ആലുവ, എറണാകുളം, അങ്കമാലി അതിരൂപത മുപ്പത്തരം ഹോളി ഏഞ്ചൽസ് ചർച്ചിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. രണ്ടാമത്തെ തവണയാണ് ഞാൻ ഉടമ്പടി സാക്ഷ്യം ഇവിടെ പറയുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവിന് ജോലി കിട്ടിയ കാര്യം പറയാനാണ്. 12 വർഷമായിട്ട് ഭർത്താവ് ഗൾഫിലായിരുന്നു. അതിനുശേഷം 2020 നാട്ടിൽ വന്നു. പിന്നെ കൊറോണ സമയമായിട്ട് ജോലി നഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഒരുപാട് ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചു. പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് പോകുവാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. ഒത്തിരി പൈസ അതിനായിട്ട് പോയി. 2 തവണ വിസ റിജക്ഷനായി. അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ഓരോ സമയവും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ പോളണ്ടിലേക്കാണ് വെച്ചിരുന്നത്. അപ്പോൾ അത് തന്നെ മാതാവേ പോളണ്ടിലേക്ക് തന്നെ ജോലി തരണേ എന്ന് ഞാൻ അത് ആവർത്തിച്ച് അത് തന്നെ വെച്ചിരുന്നു. പക്ഷേ കിട്ടിയിരുന്നില്ല. ഒരുപാട് പ്രാർത്ഥിച്ചു. പിന്നെ ലാസ്റ്റ് അത് ഒരു വർഷം സങ്കടം വന്നപ്പോൾ ഞാൻ ബൈബിളെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് നീ അർഹിക്കാത്തത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ തരാത്തതെന്ന്. അപ്പോൾ എനിക്കൊന്ന് സങ്കടമായി. അന്ന് ആദ്യം കുറേ കരഞ്ഞെങ്കിലും പിന്നീട് തിരിച്ചറിഞ്ഞു. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ പ്രാർത്ഥനാ രീതി മാറ്റി. എൻ്റെ ആവശ്യങ്ങൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് മാറ്റി ഞാനത് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ശേഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്കും മാതാവിനും ഇഷ്ടമാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. എവിടെയാണ് ഞങ്ങൾക്ക് ജോലി അമ്മ തീരുമാനിച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴൊക്കെ എന്ത് നിയോഗം വെച്ചാലും, നിയോഗം എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ വെക്കാറില്ല. ഞാനെല്ലാം പരിശുദ്ധാത്മാവ് ലഭിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കൊരു നല്ല ജോലി നൽകണം. അങ്ങനെയൊക്കെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ എല്ലാ ദിവസം ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോഴൊന്നും ആവശ്യങ്ങൾ പറയുന്നില്ല. ഞാൻ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തണം, മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം, പരിശുദ്ധാത്മാവ് ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. ഒരു ദിവസം ഞാൻ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ കൂടുമ്പോൾ ഞാൻ ഇരുന്ന് കൂടിയ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഫോൺ ഓണാക്കി വയ്ക്കും. ഞാൻ എന്നിട്ട് ഉടമ്പടി ധ്യാനം കൂടും.
അപ്പോൾ എനിക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ കുഴപ്പമില്ല, കൊള്ളാം, ഞാനങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ ആരാധന സമയത്തിന് മുമ്പായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ നിനക്ക് അരമണിക്കൂർ പോലും എൻ്റെ കൂടെ ഇരുന്നു കൂടെ എന്ന് ശക്തമായിട്ടുള്ള കേൾക്കുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഉടനെ ആ പണിയൊക്കെ നിർത്തി ഞാൻ ആരാധന ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വരുന്ന കൂടി. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പത്രം കിടക്കുന്നതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അതിലൊരു സൗദിയിലേക്കുള്ളൊരു ജോലിയുടെ ഇത് കണ്ടു. അപ്പോൾ അങ്ങനെ ഞാനത് ഉടനെ തന്നെ ചേട്ടനോട് ചോദിച്ചിട്ട് CV അയച്ചു. ആ ജോലിയാണ് ഇപ്പം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ജോലിയുടെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും എന്ന് വെച്ചാൽ അതിൻ്റെ ഓരോരോ പ്രോസസ്സിങ്ങിൻ്റെ ഓരോരോ ഘട്ടത്തിലും അതൊന്നെങ്കിൽ ചൊവ്വാഴ്ച ആരാധനയുടെ സമയത്തായിരിക്കും, അതല്ലെങ്കിൽ ബുധനാഴ്ച ഞാൻ ഉപവസിക്കുന്ന ദിവസമായിരിക്കും. അങ്ങനെ മാതാവിൻ്റെ ദിവസങ്ങളിലാണ് ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ചേട്ടൻ മെഡിക്കലിന് പോയപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കൊറോണ വന്ന ആളാണ്, ലങ്സ് എന്തായിരിക്കുമെന്ന് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെടുത്തു, എൻ്റെ കയ്യിൽ നോക്കുമ്പോൾ ധ്യാനം കൂടാൻ സമയമായി, ചൊവ്വാഴ്ചയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 3-4 പത്രം ഇരിക്കണം. അപ്പം ഇതും കൂടി കൊടുത്തിട്ട് ധ്യാനം കൂടാം, 11:30-ക്കാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഇറങ്ങി, വീട്ടിലാരുമില്ല, വാതിൽ പൂട്ടി. എന്നിട്ട് ഞാൻ ഓരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തു. ഞങ്ങളുടെ അടുത്തൊരു രോഗി ഉള്ളൊരു വീടുണ്ടായിരുന്നു, അവിടെ പോയിരുന്നു മാതാവിനെ പറ്റി സംസാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പത്രം മുഴുവൻ കൊടുത്ത ശേഷം തിരിച്ചു വന്ന് എൻ്റെ വീടിൻ്റെ വാതിൽ ഞാൻ തുറന്നകത്തേക്ക് കയറിയപ്പോൾ സാമ്പ്രാണിത്തിരി കൂട്ടിയിട്ട് തീ കത്തിച്ചാൽ എങ്ങനെ അത്രയും മണം, തലവേദന എടുക്കുന്ന പോലെയുള്ള മണം, ഭയങ്കര മണം വീടിൻ്റെ അകം മുഴുവൻ. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് ഈ മണം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലായില്ല. ഞാൻ അതേ മുറികളിലൊക്കെ പോയി നോക്കി, അവിടെ ഒന്നും മണമില്ല. ലാസ്റ്റ് നോക്കുമ്പോൾ മാതാവ് ഇരിക്കുന്ന, ഈശോ ഇരിക്കുന്ന, രൂപം ഇരിക്കുന്ന സ്ഥലത്ത് മാത്രം ഭയങ്കര മണം. ഇത് മാതാവിൻ്റെ മണമാണോ എന്ന് വിചാരിച്ച സെക്കൻഡിൽ ആ മണം പിന്നെ വന്നില്ല. ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ച് പറഞ്ഞു മെഡിക്കൽ പാസ്സായി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വിസ വരാൻ കുറച്ച് താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി, ചേട്ടൻ ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഞാനന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ വീട് ആലുവ, അവിടെ നിന്ന് ചേർത്തല വരെ ഒരു 1.5 മണിക്കൂർ ബസ്സിലിരിക്കണം. ഞാൻ 4 കൊന്ത ചൊല്ലി ഞാൻ പറഞ്ഞിട്ട് ടെൻഷനൊന്ന് മാറ്റിത്താ മാതാവേ എന്ന് പ്രാർത്ഥിച്ച് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കയറിയ സെക്കൻഡിൽ വിളിച്ച് വിസ കിട്ടി. വിസ അപ്പോൾ അവരില്ലെന്ന് പറഞ്ഞതാ, വിസ വന്നു. പിന്നെ കഴിഞ്ഞ മാസം ഒരു ചൊവ്വാഴ്ച ഒരു 9-ാം തീയതിയിലത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ഇന്നേക്ക് 44 ദിവസത്തിനുള്ളിൽ ഒരുപാട് പേരുടെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന കുറച്ച് ആവശ്യങ്ങളൊക്കെ സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പുറകിൽ മാലാഖ കൈവിരിച്ച് പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നു മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തപ്പോൾ എനിക്ക് യോഗ്യതയൊന്നുമില്ല, എന്നാൽ അച്ഛൻ പറഞ്ഞല്ല, ഞാൻ വിശ്വസിച്ചു എന്ന് കരുതി. എനിക്ക് വിശ്വസിക്കാൻ തോന്നി. അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ യോഗ്യതകൾ കൊണ്ടല്ല ലഭിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി, കാരണം എനിക്ക് യോഗ്യതയില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് അന്ന് മുതൽ കലണ്ടറിൽ എണ്ണിയിട്ട് 44 ദിവസം ഞാൻ കൂടി അന്ന് മുതൽ നോക്കിയപ്പോൾ അത് സെപ്റ്റംബർ 24. അതിന് ഞാൻ വട്ടം വരച്ച് യേശുവേ നന്ദി എന്നെഴുതി. അന്നത്തെ ഞാൻ കൂടിയത് 12-ാം തീയതിയായിരുന്നു. 12-ാം തീയതി മരിയൻ ഉടമ്പടി സാക്ഷ്യമെന്ന് എഴുതി, എൻ്റെ പേരെഴുതി, ഞാൻ ഒപ്പിട്ട് ഡേറ്റ് വെച്ചു. കാരണം പിന്നീട് ഞാൻ പറയുമ്പോൾ ഞാൻ നുണയാണ് പറയുന്നതെന്ന് ആരും പറയരുതല്ലോ, തെളിവിന് വേണ്ടി ഞാൻ അങ്ങനെ വെച്ചു. ഈ സെപ്റ്റംബർ 24 ഉച്ചയ്ക്ക് 1:30-ക്കാണ് ധ്യാനം കൂടിയത്. അച്ഛൻ പറഞ്ഞത് ആ 1:30 സമയത്ത്, കൃത്യം 1:30 മണിക്ക് ചേട്ടൻ്റെ ടിക്കറ്റ് വന്ന് പോവാൻ. അപ്പോൾ അത് ഞാൻ മാതാവിന് ഒത്തിരി നന്ദിയോടുകൂടി ഞങ്ങളുടെ ആവശ്യം നടത്തിയ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ചേട്ടൻ ഡ്രൈവറാണ്. ഞങ്ങൾക്ക് നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളൊരു പഴയ ലോറി വാങ്ങിച്ചായിരുന്നു. ഞങ്ങൾക്കതും പോകുന്നതിന് മുമ്പ് വിൽക്കണം, കാരണം കിടന്നിട്ട് കാര്യമില്ല, വിൽക്കണമെന്ന് നോക്കി നടന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ എൻ്റെ മാതാവ് ചേട്ടൻ പോകുന്നതിന് മുമ്പ് ഒന്ന് വിറ്റ് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു, എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ടിക്കറ്റ് വന്ന് 2 ദിവസം മുന്നേ അത് പെട്ടെന്ന് തന്നെ അത് കച്ചവടമായി, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈശോയ്ക്ക് മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് PCOD രോഗം ഉണ്ടായിരുന്നു നേരത്തെ മുതലേ. അപ്പോൾ ഞാൻ ധ്യാനം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വയറിൽ കുരിശ് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസം ഏത് മാസമാണെന്ന് ഓർക്കുന്നില്ല, അച്ഛൻ ഉടമ്പടി ധ്യാനം ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യം പ്രാർത്ഥിക്കും മക്കളെ, അത് നടന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ രാവിലെ തന്നെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ ഒരു രോഗം മാറിക്കിട്ടി. പിന്നെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിപ്പോഴൊന്നുമല്ല, 2004. അന്ന് ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ ഒരു പഴയ വീടാണ്, എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ജയിക്കുമല്ലെന്നറിയില്ലാത്തൊരവസ്ഥയിൽ അത്രയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ ഒരു പ്രസിദ്ധിയുണ്ട്, ഒരു സുമ ചേച്ചി, അച്ഛൻ്റെ കൂടെ ഇവിടെ അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ല ചേച്ചിയാണ്, സുമ ചേച്ചിയുണ്ട്, ഞങ്ങളുടെ നാട്ടിനടുത്തുള്ളതാണ്. അപ്പോൾ ചേച്ചി അന്ന് എൻ്റെ വീട്ടിൽ വന്നു, എന്നെ ഞാൻ പുറത്ത് നിൽക്കുക. ചേച്ചി പറഞ്ഞ് പ്രീത ജയിക്കുമോ? ഞാൻ അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞ് കലവൂർ ഒരു പള്ളിയുണ്ട്, കൃപാസനം. അപ്പോൾ ഞാൻ കൃപാസനോ എന്ത് വാക്കാന്ന് ഞാൻ വിചാരിച്ചു. അവിടെ മാതാവുണ്ട്, അവിടെ തിരികെത്തിക്കോ? അന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, അപ്പോൾ പഴയ രൂപമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ശരി പ്രാർത്ഥിക്കാം. അന്ന് വരെ ഞാൻ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ വീട് തങ്കിപ്പള്ളി ഇടവകയാണ്, എനിക്ക് കർത്താവുണ്ടല്ലോ,
അപ്പോൾ എന്തിനാണ് വേറെ എന്ന് വിചാരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോടൊന്ന് മാധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ടായില്ല. അപ്പം ആ ശരി എന്ന് പറഞ്ഞാൽ വിട്ടുകളഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ്, അത് 2004 മാതാവ് പ്രത്യക്ഷം എന്നെ മാതാവിനെ ഉടമ്പടിയിലോട്ട് വിളിച്ചതുപോലെ. കാരണം ഞാൻ ഇന്നും ഉടമ്പടി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമല്ലോ, എൻ്റെ മരണം വരെ ഞാൻ അത് തുടരുകയും ചെയ്യും. അപ്പോൾ മാതാവ് വിളിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ ഇപ്പോൾ കൂടി നിൽക്കും നമ്മളെല്ലാവരും, നമ്മൾ വിചാരിക്കുമോ നമുക്ക് സൗകര്യം കിട്ടിയതുകൊണ്ട് നമ്മൾ വന്നു, ഒരാവശ്യം വന്നുകൊണ്ട് നമ്മൾ വന്നു, ഉടമ്പടി എടുക്കാൻ വന്നു. പക്ഷേ നമ്മൾ ജനിക്കും മുമ്പേ നമ്മളറിയാവുന്ന നമ്മുടെ ഈശോ നമ്മളെ മരിയൻ പ്രേക്ഷിതരായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, നമ്മളെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പിന്നെ ഒരു യോഗ്യതയില്ലാത്ത എന്നെ അമ്മ ഇവിടെ വിളിച്ചതായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, എൻ്റെ ഒരു ഉടമ്പടി ജീവിതത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഞാനിപ്പോൾ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തിട്ട് ഇന്നവരെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും, പരിശുദ്ധ കുർബാന അർപ്പിക്കും. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ജപമാല ചൊല്ലുന്നുണ്ട്, കൃത്യമായിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനകൾ മുടക്കം കൂടാതെ ചെയ്യുന്നുണ്ട്. ബുധനാഴ്ചകളിൽ ഉപവസിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പത്രം ആദ്യമൊക്കെ മേടിച്ചിട്ട് പോകുമ്പോൾ കൊടുക്കാൻ ഭയങ്കര കയ്യിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തീർന്നാൽ മതിയായിരുന്നു എന്നൊരവസ്ഥ. പിന്നെ പള്ളികളിൽ കൊണ്ട് കുർബാന കഴിയുമ്പോൾ നോട്ടീസ് വിതരണം ചെയ്യണ പോലെ കൊടുത്തിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാനത് നിർത്തിയിട്ട് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ, ഇതിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യങ്ങൾ എൻ്റെ മോൻ്റെ കാര്യം തന്നെ. എൻ്റെ കുഞ്ഞ് നടക്കാത്ത കുഞ്ഞായിരുന്നു, ഈ അമ്മയുടെ മുമ്പിൽ നടന്ന കുഞ്ഞാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യങ്ങൾ അതും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൂടെ വിശേഷവിധിയായിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചപ്പോൾ എന്നെക്കൊണ്ട് എന്താ ഇപ്പോൾ പറ്റണം. അപ്പം ഞാൻ വചനങ്ങൾ ഓരോ പേപ്പറിൽ എഴുതിയിട്ട് ഓരോ പത്രത്തിൽ ഞാൻ ഓരോ പത്രം വെച്ച് ഞാൻ ഉടമ്പടി തൈലം തേച്ച് ഞാൻ വിശ്വാസ പ്രമാണം സ്വർഗ്ഗസ്വ പിതാവിൻ നന്മ നിറഞ്ഞൊരുമയും ചൊല്ലി ഓരോ പത്രം വെച്ച് ഇത് കിട്ടുന്ന ആളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ഓരോ വചനങ്ങൾ ഞാൻ ക്ലിപ്പ് ചെയ്യും. ഈ വചനങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നവരുടെ കടയിലോട്ട് മാതാവ് എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഓരോ വീടും കയറി ഇറങ്ങി തന്നെ കൊടുത്തു തീർക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ചോറും പതികൾ ഞാൻ തന്നെ ഉണ്ടാക്കി ആശുപത്രികളിലും പിന്നെ റോഡ് സൈഡ് വഴിവക്കിലൊക്കെ കിടക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, നല്ല സമാധാനം സന്തോഷമൊക്കെ ഉണ്ട്. നേരത്തെ അടുത്ത പോലെ ഒത്തിരി പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. സമാധാനം ഒക്കെ ഈശോ നോക്കുമല്ലോ. കാരണം ഇപ്പോൾ എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു. ഇപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതത്തിന് വിട്ട് തന്നെ ഈശോയ്ക്ക് മാതാവിന് എന്താ ഇഷ്ടം അത് മതി. എൻ്റെ ഈശോയ്ക്ക് മാതാവിന് എല്ലാം അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ 2018 മുതൽ ഉടമ്പടിയിലാണ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ദൈവഹിതത്തിന് വിട്ടു കൊടുക്കാൻ തുടങ്ങിയത്. എനിക്കിപ്പോഴല്ല മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരാഗ്രഹവും മാതാവിനോട് പറയാത്തതാണ് നല്ലത്. എനിക്കത് വേണം, ഒന്നും പറയണ്ട, അമ്മക്കറിയാം നമുക്ക് എന്ത് തരണമെന്ന്, ഏതാ നമുക്ക് നല്ലത്, ഈശോയ്ക്ക് മാതാവിന് എന്താ ഇഷ്ടം. ഇപ്പം അച്ഛൻ പറയുന്ന പോലെ നമ്മൾ വേറെ ഒന്നും പറയണ്ട, അത് മതി. അത് പറഞ്ഞാൽ അമ്മയ്ക്കെല്ലാം അറിയാം. അല്ലാണ്ട് നമ്മളത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല ഒന്നും വിചാരിക്കേണ്ട, ഒന്നും മിണ്ടാണ്ട് അമ്മയുടെ മുമ്പിൽ ഇരുന്നാൽ അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാം. ഈശോയ്ക്ക് മാതാവിനെല്ലാം വിട്ടുകൊടുത്താൽ മാത്രം മതി. ഈശോയ്ക്ക് മാതാവിനെ ഒത്തിരി നന്ദിയോടെ സമർപ്പിക്കുന്നു. എൻ്റെ പേര് ആശാ പ്രസാദ്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 7-ാം തീയതി 2-ാം മാസം ആദ്യമായി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ പുണ്യഭൂമിയിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഈശോയും അമ്മ മാതാവും എനിക്ക് നൽകിയ അനുഭവങ്ങളെക്കുറിച്ച് പറയാനാണ് വന്നത്. ഞാൻ ഒരുപാട് കടബാധ്യതയിലൂടെ വിഷമിച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും. ഞാൻ പത്രത്തിലൂടെയാണ് ആദ്യം അറിയുന്നത്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഈ അൾത്താരയിൽ വരാനുള്ള സാഹചര്യം ഒരുക്കി തന്നത്. ഞാനിവിടെ വന്ന് എല്ലാവരും എഴുതുന്നത് പോലെ ഞാനും 6 നിയോഗങ്ങൾ എഴുതി. അതിൽ എൻ്റേതായ ഒരു നിയോഗം ഞാൻ എഴുതിയില്ല. അതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എഴുതാൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഹിന്ദുമതക്കാരി ആയതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ ധ്യാനം കാണുകയും അച്ഛൻ്റെ രാവിലത്തെ പ്രാർത്ഥന കൂടുകയും അതുപോലെ സാക്ഷ്യങ്ങൾ ഞാൻ ഒരുപാട് കേൾക്കുകയും ബൈബിള് വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനും മാതാവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ എല്ലാവരും ഓരോരോ അനുഭവങ്ങൾ പറയുന്ന കേട്ടപ്പോൾ ഞാനും ചോദിച്ചു, അമ്മേ എനിക്കും എന്തെങ്കിലും ഒരു അടയാളം തന്നൂടെ എന്ന്. എനിക്കും കുറേ വർഷങ്ങളായി എൻ്റെ വയറിൻ്റെ ഇടതുഭാഗത്തായിട്ട് ഒരു വേദന ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാനത് കാര്യമാക്കാതെ പോയി. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ധൈര്യം കിട്ടി. അങ്ങനെ അന്ന് എനിക്ക് ഈ വേദന വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു. മാതാവ് അന്ന് രാത്രി തന്നെ എൻ്റെ വലതു കരത്തിൽ പിടിക്കുകയും എനിക്ക് വേദനയുള്ള ഈ ഭാഗത്ത് മാതാവിൻ്റെ
സ്പർശനം എനിക്ക് നല്ല രീതിയിൽ കുറേ സമയത്തേക്ക്. എന്നിട്ട് എന്നോട് പറയുകയുണ്ടായി, ഇവിടെ കുറച്ച് നീര് കെട്ടിക്കിടക്കുന്ന നമുക്കതങ്ങ് എടുത്തു കളയാമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു സാക്ഷ്യമാണ് എനിക്ക് മാതാവ് തന്നത്. അതാണ് ഞാൻ ആദ്യം ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ എൻ്റെ ഭൂമിയും എല്ലാം ജപ്തിയുടെ ഭാഗത്തായിട്ട് നിൽക്കുകയായിരുന്നു. ഞാനിവിടെ വരുന്ന സമയത്തും ഒരുപാട് കടബാധ്യത കൊണ്ട് ഞാൻ വിഷമിക്കുകയായിരുന്നു. ഞാനിവിടെ നിൽക്കുമ്പോഴും എനിക്ക് സമാധാനം ഇല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ഞാനങ്ങനെ ഇവിടെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പായി ബാങ്കുകാർ വിളിച്ച് ജപ്തി ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ മണ്ണെടുത്ത് എൻ്റെ ഭൂമിയിൽ കൊണ്ടുപോയി ഇടുകയും ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നെ നാണം കെടുത്തരുതേ മാതാവേ, എനിക്ക് ഇതിൽ നിന്ന് രക്ഷ നേടണം. അങ്ങനെ ഞാൻ 2023 ഡിസംബർ 29 ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ഇവിടുന്ന് ഈ മണ്ണും ഉപ്പും എല്ലാം ചേർത്ത് എൻ്റെ ഭൂമിയിൽ കൊണ്ടുപോയി ഇടുകയും മാർച്ച് 30 ഞാൻ ആ ജപ്തിയിൽ നിന്നും രക്ഷ നേടുകയും ചെയ്തു. 2 പേര് എന്നെ സഹായിക്കുകയും എനിക്ക് ആ ജപ്തി ഒഴിയാൻ പറ്റുകയും ചെയ്തു. ഇത് എൻ്റെ ഒരു ആദ്യത്തെ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. എൻ്റെ മോൻ ഞാനിവിടെ ഉടമ്പടി വെക്കുന്നതിന് മുൻപ് പല സമയത്തും യൂറോപ്പിലോട്ട് പോകാൻ വേണ്ടിയുള്ള ആഗ്രഹം എന്നോട് പറയുമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നു കിട്ടിയിട്ടില്ല. ഞാനിവിടെ ഉടമ്പടിയിൽ ആ ഒരു നിയോഗം, എൻ്റെ മോൻ്റെ ആഗ്രഹം ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവനെ 2-3 പ്രാവശ്യം അവന് ഓരോ സ്ഥലങ്ങൾ മാറി മാറി ശരിയായിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാനും അച്ഛനെ ബ്ലസ് ചെയ്ത സമയത്ത് ഞാൻ അവൻ്റെ പാസ്പോർട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയും അച്ഛൻ ഈ അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവന് ഇന്ന് യൂറോപ്പിലേക്ക് പോകാനായിട്ട് ഇന്നലെയാണ് അവന് വിസ റെഡിയായി വന്നത്. ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ ഞാനത് മറ്റുള്ളവരോട് പറയത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് അച്ഛൻ്റെ ധ്യാനത്തിലൂടെയും ബൈബിളിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ബോധമൊന്നുമില്ലായിരുന്നു. ഞാൻ ഓരോരോ കാര്യങ്ങൾ അച്ഛൻ പറയുന്നത് കേട്ട് ഞാൻ ആ ഭാഗം നോക്കി ബൈബിൾ വായിക്കുകയും, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. റോമ 10:9 ഈ ഭാഗം ഞാൻ ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഈശോയോടും മാതാവിനോടും അടുക്കുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ 2 വർഷത്തോളം കഴിഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാനും അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഒരുപാട് വചനങ്ങൾ മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച വന്ന് ഉടമ്പടി പുതുക്കി. ഈ ഉടമ്പടി പുതുക്കലിൽ ഞാൻ ആദ്യം വെച്ചത്, എനിക്ക് പരിശുദ്ധാത്മാവ് നിറയ്ക്കണവേ ഈശോയെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിച്ച് കിട്ടാൻ മാത്രം വേണ്ടിയല്ല, എനിക്ക് നിത്യത വരെയും എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ മാതാവിലും ഈശോയിലും വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ഇനിയും വലിയ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് പറയാൻ, ഞാൻ ഇനിയും അടുത്ത സാക്ഷ്യങ്ങളുമായിട്ട് ഇനിയും ഞാൻ ഈ അൾത്താരയിൽ അമ്മയുടെയും ഈശോയുടെയും മുമ്പിൽ ഞാൻ ഇനിയും വരും. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് കോടാനുകോടി നന്ദി. എൻ്റെ മോന് വിസ കിട്ടിയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ടിക്കറ്റ് എടുത്ത് അയാൾ പോകും. അപ്പം ഇനിയും ഞാൻ ഒരുപാട് നന്ദികൾ ഈശോയോടും മാതാവിനോടും ഞാൻ പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പത്രം കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രികളിലാണ് ഇപ്പം ഞാൻ കൊടുത്തത്. അത് ഈ പത്രത്തിൽ അച്ഛൻ എഴുതിയിരുന്നത് ഞാൻ പ്രത്യേകിച്ചും കണ്ടു. നിങ്ങൾ ഒരു നാണക്കേടും കൂടാതെ, എനിക്ക് പോകാൻ നാണക്കേടില്ല, പക്ഷേ എന്നെ വഴക്ക് പറയുമോ, രോഗികൾ കിടക്കുന്നിടത്ത് കയറിപ്പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ പത്രത്തിൽ, ഇപ്പം ഞാൻ പത്രം വായിച്ചപ്പോൾ അച്ഛൻ അതിനകത്ത് എഴുതിയിരുന്നു, നിങ്ങളെ കൂടെ സഞ്ചാരി മാതാവ് കാണാൻ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോകും, ആൾക്കാർ പലതും പറയുമെന്ന്. ഞാൻ ആ ധൈര്യത്തിൽ ഇപ്പോൾ കൊണ്ടുവന്ന പത്രം ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാനും എൻ്റെ മോനും കൂടെ, മോൻ എന്നെ കൊണ്ടുപോയി, ഞാൻ കയറി എല്ലാവരോടും കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞ്, ഞാൻ അവിടെ കിടക്കുന്നവരെ എനിക്ക് തോന്നി, അവരെ ഞാൻ മിക്ക ആൾക്കാരെ ഞാൻ ഈശോയായി കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സ്നേഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വരാൻ മനസ്സ് കാണിച്ചവരോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ ഞാൻ കൊണ്ടുപോയി ആഹാരം കൊടുക്കുകയും
പിന്നെ റോഡരികിലിരിക്കുന്നവർക്കെല്ലാം എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചിലപ്പോൾ 2 പുതിയ കാണത്തോളായിരിക്കും ഞാൻ സ്വന്തമായിട്ട് വെച്ച് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ വഴിയരികിലിരിക്കുന്ന വയ്യാത്ത സുഖമില്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും പിന്നെ ഇവിടെ വരണമെന്ന് എന്നോട് പറഞ്ഞ് സഹായം ചോദിച്ചവർക്ക് ഞാൻ സഹായം എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഇനിയും ഞാൻ ഒരുപാട് അങ്ങനെ തന്നെ ചെയ്യുമെന്നും അതുപോലെ തന്നെ എൻ്റെ മകന് 2.5 വർഷത്തോളം താമസിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ശക്തനായവൻ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന്. ആദ്യം 2 സ്ഥലം വെച്ചു. അതിനേക്കാളും മെച്ചമായ ഒരു സ്ഥലമാണ് അയർലൻഡ്. അവനേറെ സന്തോഷം കിട്ടിയ ഒരു സ്ഥലമാണത്. അമ്മയുടെ നാടാണ്. അത് ഞാൻ സാക്ഷ്യത്തിലൂടെയാണ് അത് മനസ്സിലാക്കിയത്. അമ്മയുടെ നാടായ അയർലൻഡിലേക്കാണ് അവൻ പോകുന്നത്. ഇത്രയും വർഷം ഞങ്ങൾ കാത്തിരുന്നതിൽ ഒരു വിഷമവും ഞങ്ങൾക്കില്ല. ഒരുപാട് ഈശോയോടും മാതാവിനോടും ഞങ്ങൾക്ക് അടുക്കുവാൻ കഴിഞ്ഞു. അവൻ്റെ ഇഷ്ടത്തിന് പറ്റിയ ഒരു സ്ഥലം അമ്മ തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ അവനെ കൊണ്ടുപോകുന്നതും ഇതുപോലെ തന്നെ യേശുവിനെയും മാതാവിനെയും അറിയുന്ന വ്യക്തികളാണ് കൊണ്ടുപോകുന്നത്. അതിലുമൊക്കെ ഏറെ സന്തോഷമുണ്ട്. ഇനിയും ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ ഞങ്ങൾക്ക് അവസരം തരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.